ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ സീസണിൽ ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ്. ഇതിൻ്റെ പേര് റംഗൂൺ ക്രീപ്പർ എന്നാണ്. ഇതിൻ്റെ മറ്റുള്ള പേരെന്ന് പറയുന്നത് മധുമാലതി, അതുപോലെ ഈശ്വരമുല്ല, യശോദപ്പൂവ്, അതുപോലെ തന്നെ ചൈനീസ് ഹണിസക്കിൾ എന്നൊക്കെയാണ്. പുലമറിയാൻ എന്നുള്ള പേരും കൂടെ ഉണ്ട്. ഇതൊരു വിദേശ സസ്യമാണ്. ബർമ്മ, തായ്ലൻഡ്, ചൈന എന്നിവിടങ്ങളിലാണ് എന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ റോഡ്സ് വക്കിലൊക്കെ ഇഷ്ടംപോലെ സുപരിചിതമായിട്ടുള്ളൊരു ചെടിയാണ്. പക്ഷേ ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നമ്മുടെ വൈൽഡായിട്ട് വളരുന്ന വെറൈറ്റിയിലെന്ന് പറയുന്ന അതിൻ്റെ ആദ്യം വെള്ളയായിട്ട് വിരിയും, പിന്നെ ലൈറ്റ് പിങ്ക്, പിന്നെ ഒരു റെഡ് കളറിലായിരിക്കും പൂവ് ഉണ്ടാകുന്നത്. പക്ഷേ എൻ്റെ ഈ പൂക്കൾ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിലുള്ള, അതായത് റെഡ് കളറിന് പകരം ഇവിടെ ഡാർക്ക് മെറൂൺ ആയിരിക്കും. അതാണ് വ്യത്യാസം. പിന്നെ വൈൽഡ് വെറൈറ്റിയേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഈ ചെടിക്ക് കാണാനായിട്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സന്ധ്യാസമയത്താണ് പൂക്കൾ വിരിയുന്നത്. വിരിയുമ്പോൾ ആ പ്രദേശമാകെ നല്ല സുഗന്ധമായിരിക്കും. അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സന്ധ്യാസമയത്തൊക്കെ നിങ്ങൾ ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു രസമാണ് അവിടെയൊക്കെ ഇരിക്കാനായിട്ട്. ഈ മണമൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമായിരിക്കും. ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിന് നല്ല സപ്പോർട്ട് വേണ്ട ഒരു ചെടിയാണ്. നമുക്ക് ഇത് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റും. ഞാനിവിടെ ഒരു ശ്രീലങ്ക മുല്ലയുടെ ചെടിയിലാണ് ഇത് കയറ്റി വിട്ടിരിക്കുന്നത്. ഒരുവിധപ്പെട്ട എന്താ പറയുക, ഒരു വിധം നല്ല ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. ഇത് പൂക്കളെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കാനും പറ്റും. മഴക്കാലം ഒഴികെ ബാക്കി സമയങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഫ്ലവർ തരും. ഇതിൻ്റെ തണ്ടുകളിലൊക്കെ ചെറിയ മുള്ളുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഈ മുള്ളുകൾ ശ്രദ്ധയപ്പെടത്തില്ല. മുള്ളിൻ്റെ രൂപത്തിലുള്ള ചെറിയൊരു മുള്ളിൻ്റെ ഷേപ്പിലായിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. പിന്നെ അധികം പരിചരണമൊന്നും വേണ്ടാത്ത ചെടിയാണിത്. അധികം കീടരോഗബാധയൊന്നുമില്ല. ചെടിച്ചട്ടിയിലൊക്കെ നടുമ്പോഴത്തേക്കും നമ്മൾ മാസത്തിലൊരിക്കൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ തറയിൽ വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്കും വെള്ളം കൊടുത്താൽ മതി. പിന്നെ ചെടിച്ചട്ടിയിൽ വെക്കുന്ന ചെടികളൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് മണ്ണ് തറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരുകൾക്കൊക്കെ നല്ല വായു സഞ്ചാരമൊക്കെ കിട്ടി നല്ല രീതിയിൽ ചെടി വളരാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ ഇഷ്ടംപോലെ തേനീച്ചയൊക്കെ വരുന്ന ഒരു ചെടിയാണിത്. അപ്പം മറ്റുള്ള ചെടികൾക്കൊക്കെ പരാഗണം നടക്കുന്നതിനൊക്കെ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ സഹായിക്കും. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടി തന്നെയാണിത്. പിന്നെ ഇതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല. വയറുവേദന, കുടൽപ്പുണ്ണ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ രീതിയൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ്. ഇതിൻ്റെ അതുപോലെ തന്നെ മൾട്ടിപെറ്റൽ എന്ന വിഭാഗവും ഇറങ്ങിയിട്ടുണ്ട്. അതും ഞാൻ നട്ടിട്ടുണ്ട്. അത് ആദ്യമായിട്ട് ഇപ്രാവശ്യം പൂവിട്ട്. പക്ഷെ അത് നന്നായിട്ട് വരുന്നതേ ഉള്ളൂ. 1-2 കുലയേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഈ ചെടിയും എനിക്ക് നല്ല പ്രിയപ്പെട്ടത് തന്നെയാണ്. നല്ല സുഗന്ധവുമാണ്. കാണാനും ഇങ്ങനെ 3 കളറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിന്. ഒറ്റ കളറിന് പകരം വെള്ളയും ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഈ ഡാർക്ക് മെറൂണും ഒക്കെ വരുമ്പോഴത്തേക്കും ചെടിക്ക് നല്ലൊരു ഭംഗിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും കൂടാതെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പൂത്തിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ കണ്ണിന് നല്ലൊരു വിരുന്നാണ്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ചെടിക്ക് പ്രത്യേക ഒരു വാല്യൂ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ വൈൽഡ് വെറൈറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതധികം അങ്ങനെ പിടിപ്പിച്ച് കണ്ടിട്ടില്ല. ഇപ്പോൾ പിന്നെ ഇതിന് ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് മൾട്ടിപെറ്റലൊക്കെ വന്നുകൊണ്ട് എല്ലാവരുമൊക്കെ ഇത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ചെടിക്ക് പ്രത്യേക ഒരു സ്ഥാനം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും വീടുകളിലെല്ലാം അവർ ഇത് നട്ട് വളർത്താറുമുണ്ട്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.